പാറളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ കുട്ടികളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കുഞ്ഞുമക്കളൊക്കെ നമ്മളൊക്കെ മിഠായി ഇപ്പോൾ ഒരു ബർത്ത്ഡേ വന്നാൽ തന്നെ നമുക്ക് സ്കൂളുകളിലൊക്കെ ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല, മിഠായി അനുവദീയമല്ല. ചില സ്കൂളുകളിൽ അവർക്ക് എന്തെങ്കിലും പുസ്തകം കൊണ്ടുവരിക, അല്ലെങ്കിൽ ചെടിച്ചട്ടി കൊണ്ടുവരാം, പുസ്തകങ്ങൾ കൊണ്ടുവരാം, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞേക്കണ്ടേ. മിഠായി കടലാസിന് മിഠായി കൊണ്ടുവരാൻ നമ്മളതവിടെ ഇടും. ക്ലാസ് കൊണ്ടുപോകും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ടുകളൊക്കെ വൃത്തികേടാവും. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ മിഠായി തിന്നാൽ തന്നെ അതിന്റെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് വേസ്റ്റിടണം. നമ്മുടെ മക്കളൊക്കെ ഒരുപാട് ഉയർന്നു. ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിലും ശരി, വീടുകളിലാണെങ്കിലും ശരി, നമ്മള് എല്ലാ വീടുകളിലും ഇപ്പോൾ ചാക്ക് ബാക്കിൽ നമ്മുടെ മഴ കൊള്ളാത്ത സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ മിഠായി ആണെങ്കിലും ചിപ്സ് ആണെങ്കിലും എന്തായാലും കഴിച്ചു കഴിഞ്ഞാൽ ആ കവർ കൊണ്ടുവന്ന് നമ്മള് ആ പ്ലാസ്റ്റിക് ചാക്കിലിടണം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷത വഹിച്ചു. നമ്മുടെ വീടുകളിലെ പ്ലാസ്റ്റിക് എടുക്കാമെന്ന ചേച്ചിമാർക്ക് അമ്മമാര് കൊടുക്കാറില്ലേ? അപ്പൊ നമ്മുടെ പഞ്ചായത്തിലെ ഏകദേശം 90% അമ്മമാര് ഇതോടുകൂടി യോജിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ച് അമ്മമാർക്ക് മടിയുണ്ട്. അപ്പൊ നിങ്ങളെ വീടുകളിലെ നിങ്ങളുടെ അമ്മമാരൊക്കെ മീൻ കഴിച്ച് വരുന്ന കവറായാലും ഇറച്ചി കഴിച്ച കവറായാലും ഒക്കെ കഴുകണേ. അപ്പൊ ഇത്തിരി മടി വരും. അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയോ? ചില അമ്മമാരെല്ലാവരല്ല, അതൊന്നല്ലെങ്കിൽ കത്തിക്കും, അല്ലെങ്കിൽ അടുപ്പിലിടും. അങ്ങനെ ചെയ്യുന്നുണ്ട് ആരെങ്കിലും വീടുകളില്? അങ്ങനെ ചെയ്യാണ്ടിരിക്കണമെങ്കിൽ നിങ്ങളെ കുഞ്ഞു മക്കളെ എന്തിനാ അവിടെ വിളിച്ചിരിക്കണമെന്ന് അറിയോ? നിങ്ങളിൽ നിന്ന് വേണം അമ്മമാരെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെ പഠിപ്പിക്കാൻ. അമ്മ അങ്ങനെ ചെയ്യരുത്, പ്ലാസ്റ്റിക് നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കണം. പിന്നെ നിങ്ങൾ തന്നെ അത് ചാക്കിലാക്കി സൂക്ഷിക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് പരിശ്രമം ഉണ്ടാകണം. നമുക്ക് ലഭ്യമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും കുട്ടികളുമായി സംവദിക്കുന്നതിനും അവരുടെ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നതിനും വിദ്യാലയങ്ങളിലും വീടുകളിലും മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ആശയം എത്തിക്കുക എന്ന ആശയത്തോടെയാണ് ഹരിതസഭ സംഘടിപ്പിച്ചത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ, വാർഡ് മെമ്പർ മണി കെ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 9 വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് അവതരിപ്പിച്ചു.